അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മത്തി മുളകിട്ടതാണ് കേട്ടോ. ഇതേപോലുള്ളൊരു മൺചട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയിലെ ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറയാൻ അധികം ഇല്ല കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ ആ ഒരു കുത്തുന്ന സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുളി ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ച ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്ന വെള്ളമാണ്. പുളിവെള്ളവും കൂടെ ചേർത്ത ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി തന്നെയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയൊക്കെ വഴറ്റിയെടുത്തില്ല അപ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് പേസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെ ചേർത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മത്തി ഉടഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവസാനം നമുക്ക് ഒരല്പം കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുക കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മത്തിയായിരുന്നു. നല്ല നെയ്യൊക്കെ ഉള്ള മത്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ മത്തിയുടെ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ. അപ്പം ഞാൻ കരുതി മത്തി മുട്ട പൊരിക്കുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യുക അതിൻ്റെ കൂടെ എന്ന് കരുതി. അപ്പോൾ മത്തി ഇതാ ഒരു ഭാഗത്ത് മത്തി പൊരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മത്തിയുടെ മുട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അധികം കരിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയുടെ മുട്ട കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ചൂട് കൂടുകയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുന്ന പോലെ ആവും കേട്ടോ. അന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കൂടുതൽ വെന്ത് കട്ടിയായി പോവാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ നല്ല പാകമായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ.